ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായാണ്. പായസം ഉണ്ടാക്കാനായി 3/4 കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വാഷ് ചെയ്തെടുക്കാം. അതിനായി ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിനുശേഷം കഴുകി വെച്ച അരി ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രഷർ കുക്കർ മൂടി വെച്ച് 2-3 വിസിലടുപ്പിച്ചെടുക്കാം. പായസം തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായി ഒരു തേങ്ങയുടെ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു തുണി എടുത്ത് പാല് പിഴിഞ്ഞെടുക്കാം. മധുരത്തിനായി ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 4 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. പ്രഷർ കുക്കർ തുറന്നു നോക്കാം. അരി കുഴഞ്ഞു പോകാതെ പാകമായി വന്നിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് വേവിച്ച് വെച്ച അരി ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മണത്തിനും രുചിക്കുമായി ഏലക്കായ പൊടിച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3-4 ഏലക്കായും കൂടി ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം.
പൊടിച്ചു വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ബദാമും മുന്തിരിയും മൂപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കുറേ നേരം തിളപ്പിച്ചെടുക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. ഉണ്ടാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.